പടത്തിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഇപ്പൊ മാമനെ കാണിക്കുന്നു. മാമനാവട്ടെ അവനെ അടിച്ച് വീണ്ടും വീണ്ടും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നിന്നോട് ഞാൻ ഒരുപാട് വട്ടമായി കാര്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ നീ വീണ്ടും വീണ്ടും എന്നെ കളവ് പറഞ്ഞു പറ്റിക്കുകയാണ്. അവനോടനെ നീയൊന്നും ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവനല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലോഡിനെ കുറിച്ചുള്ള രഹസ്യം അത് ഞാൻ പറയില്ല. അതിനു മാമൻ ഞാനിപ്പോ നിന്റെ ലോഡിനെ നേരിട്ട് കാണാൻ പോവാണ്. നിന്നെ ഇവിടെ തന്നെ ഇതേ അവസ്ഥയിൽ ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ തവളയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങും. കട്ട് ചെയ്ത മാമൻ വീണ്ടും ആളുടെ വയറ്റിൽ നിന്ന് ഒരു സ്ക്രോൾ തവളയെ ഇപ്പൊ പുറത്തേക്ക് എടുക്കും. മാമൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഞാനിപ്പോ ഏറ്റുമുട്ടാൻ പോകുന്നത് വലിയൊരു ഓപ്പണന്റുമായിട്ടാണ്. മാമൻ ഉടനെ ആ ഒരു സ്റ്റോറേജ് സ്ക്രോള് അത് ഓപ്പൺ ആക്കും. മാമൻ പറയും, അഥവാ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ആ ഒരു ഇൻഫർമേഷൻ അത് കുട്ടപ്പന് പാസ് ചെയ്യണം. അതിന് തവള പറയും, അതൊന്നും നടക്കില്ല, കാരണം എന്റെ ചക്ര പവർ അതിപ്പോ പോറാണ്. നറൂട്ടോ അൺലോക്കിംഗ് ജിപ്സു അതൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മാമൻ പേടിക്കേണ്ട ആവശ്യമില്ല, മിനട്ടോ ഓൾറെഡി ഈ ജിപ്സു അത് കറക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തവള പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നയൻ ടൈൽ ഫോക്സിന്റെ പവർ എങ്ങാനും പുറത്തു വന്നാ പിന്നെ എന്റെ കാര്യം അത് അതോ ഗതി. അതിന് മാമൻ പറയും, അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഓൾറെഡി കുട്ടപ്പനിപ്പോ അവന്റെ മേലെ ഒരുപാട് കൺട്രോൾ ഉണ്ട്. അതിന് തവള പറയും, ഫോർത്ത് ടൈൽ പുറത്തു വന്നപ്പോ തന്നെ മാമന് 8ന്റെ പണി കിട്ടിയില്ലേ, അപ്പൊ പിന്നെ ആ ഒരു 9 ടൈലിലെ ഫുൾ പവർ അത് പുറത്തു വന്ന എന്റെ കാര്യം അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ ഇല്ല ഇല്ല, മിനാട്ടോ ഓൾറെഡി അവന്റെ ബോഡിയിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില എബിലിറ്റി കുട്ടപ്പന് നേരത്തെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവനത് തിരിച്ചറിയും. മാത്രമല്ല 9 ടൈലിന്റെ ഫുൾ പവറും അവൻ കുട്ടപ്പനില് സീൽ ചെയ്ത് വെച്ചിട്ടില്ല. 9 ടൈലിന്റെ പോസിറ്റീവ് പവർ മാത്രമാണ് മിനാട്ടോ കുട്ടപ്പന്റെ ബോഡിയിൽ സീൽ ചെയ്തത്. ബാക്കിയുള്ളത് അവൻ അവന്റെ ബോഡിയിൽ തന്നെയായിരുന്നു സീൽ ചെയ്ത് വെച്ചത്. അതിന് തവള ചോദിക്കും, എന്തിനായിരിക്കും മിനട്ട അവന്റെ മകന്റെ ബോഡിയിൽ തന്നെ ആ ഒരു 9 ടൈലിനെ സീൽ ചെയ്തത്? അതിന് മാമൻ പറയും, അതെനിക്കറിയില്ല, പക്ഷെ മിനട്ടോവില് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ എന്റെ ശിഷ്യനാണ്, ഒരു തെറ്റും അവന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അതിനാ തവള പറയും, നീ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞതൊക്കെ മറന്നുപോയോ? ആ 9 ടൈല് അത് ഗ്രാമത്തിലിറങ്ങി നമ്മുടെ ഗ്രാമം തന്നെ അത് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അതിന് മാമൻ പറയും, ആ ഒരു 9 ടൈല് അത് തനിയെ നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നതല്ല, അതിനെ ആരോ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മാതുറ ഉച്ചിഹയാണ്. അത് കേട്ട് തവള ചിരിക്കും. മാതുറയോ? അവൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചുപോയി. അല്ലെങ്കിലും അവൻ എന്തിനാ ആ 9 ടൈലിനെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നത്? കട്ട് ചെയ്ത ടോബി, അതായത് ദ റിയൽ മാതുറ ഉച്ചിഹ, അവൻ അവന്റെ സ്റ്റാച്യുവിന്റെ മേലെ തന്നെ ഇപ്പൊ കേറിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മാമനാവട്ടെ ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് മാമൻ പിടിച്ചു വെച്ച ആ ഒരു നിഞ്ചയുടെ രൂപത്തില് ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും പെയിനിന്റെ അസിസ്റ്റന്റ് ആ ഒരു പെണ്ണ് അവള് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മാമനെ കണ്ടുപിടിക്കും. അവൾ ഓടി വന്ന് ഇപ്പൊ പെയിന്റ് എടുത്ത് പറയും, ഗ്രാമത്തിലേക്ക് വന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ജിറഹ സെൻസായാണ്. ആളിപ്പോ നമ്മുടെ ടീമല്ല, അതുകൊണ്ട് തന്നെ ആളെ കൊന്നു കളയണം. അതല്ലാതെ വേറെ ഒരു വഴിയും ഇപ്പൊ നമ്മുടെ മുൻപിലില്ല. അവള് പറയും, നീ ടെൻഷൻ അടിക്കണ്ട, എന്നെ കൊണ്ട് പറ്റും പോലെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ ഞാൻ തന്നെ കൊന്നു കളയുന്നു പറഞ്ഞ് ഇപ്പൊ അവളാവട്ടെ മാമന്റെ അടുത്തേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ മാമനാവട്ടെ ആ ഒരു രൂപത്തില് അങ്ങനെ നടന്നു വരികയാണ്. ഉടനെ ആ ഒരു വില്ലത്തി അവള് ചാടി വീണ് അവളുടെ പേപ്പേഴ്സ് ഉപയോഗിച്ച് മാമനെ കവർ ചെയ്യും. മാമൻ ടെൻഷനായിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആ സമയത്ത് അവള് തീ ഉപയോഗിച്ച് ആ പേപ്പറുകളെല്ലാം തന്നെ കത്തിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മാമൻ ആള് നിസ്സാരക്കാരനല്ല. അവൻ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവളെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ അവളുടെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കും. അവളെ കണ്ട ഉടനെ ഇപ്പൊ മാമന് മനസ്സിലാവും അതാരാണെന്ന്. ഞാൻ ആക്ച്വലി പെയിൻ എന്നൊരാളെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. നിന്നെ കാണാൻ കഴിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കരുതിയത് നീ മരിച്ചുപോയെന്നാണ്, പക്ഷെ നീ ഒരു പേപ്പറായി മാറി ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അപ്പൊ മറ്റവനാവട്ടെ അവൻ പേടിച്ച് വിളിച്ചു പറയും, ലേഡി ഏഞ്ചൽ, അവൻ ഡേഞ്ചറാണ്, അവൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്, അവനെ കൊന്നു കളാന്ന് പറയുമ്പോ അതിനവള് പറയും, നീ പോയിക്കോ, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് മാമൻ ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടിയല്ല, പെയിൻ എന്നു പേരുള്ള ഒരാളെ കാണാനാണ് ഇവിടേക്ക് വന്നത്. നിനക്ക് അവനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിനവള് അവളുടെ പേപ്പർ ഉപയോഗിച്ച് വലിയ 2 ചിറകുകൾ ഉണ്ടാക്കി ഇപ്പൊ മാമനോട് പറയും, അടുത്തു വരരുത്, നിന്നെ ഞാൻ കൊന്നുകളയും. പെയിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നിന്നോട് ഞാൻ പറയില്ല. എന്റെ ലോഡിന്റെ കൽപ്പന പ്രകാരം നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ മാമന് നേർക്ക് ഒരുപാട് പേപ്പർ കത്തികള് അങ്ങനെ അയക്കുകയാണ്. പക്ഷെ മാമനാവട്ടെ
അവളെ പിടിച്ചു വലിച്ച് അവളുടെ പേപ്പറുകൾ തന്നെ ഇപ്പൊ കത്തിച്ചു കളയും. നീ പേപ്പറുകൾ വെച്ച് എന്നെ നശിപ്പിക്കുവല്ലേടി. ആ ഒരു ടീമിൽ തന്നെ നീ മാത്രമേ നല്ലവളായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീയും ഇപ്പൊ എങ്ങനെയായി മാറി. മാമൻ പറയും, ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേര് അവരെവിടെ? എനിക്കെല്ലാം മനസ്സിലായി. അവര് രണ്ടുപേരില് ആരോ ഒരാളാണ് സാക്ഷാൽ പെയിൻ. സത്യം പറയ്, ആരാണ് പെയിൻ? ഞാൻ വർഷങ്ങളായിട്ട് കരുതിയത് നിങ്ങൾ 3 പേരും മരിച്ചു പോയെന്നാണ്. അതോർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. നിങ്ങൾ അക്കാസ്കി മെമ്പേഴ്സ് ആണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതിന് കഴിഞ്ഞു ചോദിക്കുമ്പോ അതിന് അവള് പറയും, ദയവേത് മാസ്റ്റർ ഇവിടുന്ന് തിരിച്ചു പോണം, എന്നോടൊന്നും ചോദിക്കരുത്. അന്നേ ആ ഒറോച്ചിമാറു പറഞ്ഞതുപോലെ ഞങ്ങളെ കൊന്നു തള്ളുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇങ്ങനെയായി തീരില്ലായിരുന്നു. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ഇങ്ങനെയാക്കി മാറ്റിയത്. ഇനി മാറാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതിന് മാമൻ പറയും, ഞാനാണ് നിങ്ങൾക്ക് ഈ ജിപ്സു എല്ലാം തന്നെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് കൊടുത്തൂടെ? ഞാൻ പഠിപ്പിച്ചു തന്ന ഈ ജിപ്സു ഒക്കെ തന്നെ നിങ്ങളിപ്പോ മോശം കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോങ് ഷോട്ടിന് ഇപ്പൊ ആരോ ഒരാൾ ചാടി വീണ്ടും പറയും, ഒന്നും മിണ്ടരുത്, മാമൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ പോകണം. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ പെയിൻ. മാമൻ അവനെ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കും. അവന്റെ കണ്ണ് കാണുമ്പോ തന്നെ മാമന് മനസ്സിലാവും ഇവൻ നഗൂട്ടോ ആണ്, ഇവനാണ് സാക്ഷാൽ പെയിൻ. മാമൻ പറയും, നാഗട്ടോ എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ ചെറുപ്പത്തില് വളരെ നല്ല ആളായിരുന്നു, നിനക്കിത് എന്തു പറ്റിയും ചോദിക്കുമ്പോ അതിനോടനെ നാഗട്ടോ അവൻ സമറും ജിപ്സും ഉപയോഗിച്ച് ഒരു ഞണ്ടിനെ ഇപ്പൊ മാമന് നേർക്ക് അങ്ങനെ അയക്കും. അപ്പൊ മാമന് മനസ്സിലാവും കാര്യങ്ങള് കൈവിട്ടു പോവാണ്. ഇവർക്ക് ഓൾറെഡി എന്റെ വീക്ക്നെസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാം. ഞാൻ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് മാമനാവട്ടെ ആളുടെ മുടി വെച്ച് ആ ഞണ്ടിനെ ഇപ്പൊ തല്ലി തകർക്കും. എന്നിട്ട് ആ മുടി കറക്കി ഇപ്പൊ നാഗുട്ടോയെ ലോക്ക് ചെയ്ത് പിടിക്കും. മാമൻ ചോദിക്കും, സത്യം പറയ്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൂന്നാമൻ അവനെവിടെ? അതിന് നാഗുട്ടോ പറയും, അവൻ മരിച്ചിട്ട് വർഷങ്ങളായി. അത് കേട്ട് മാമൻ ആൾ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അവൻ പറയും, മാസ്റ്റർ ഇപ്പോഴും മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരുപാട് വേദന അത് അനുഭവിച്ച് ഞാനിപ്പോ ഒരു ലോഡായി മാറിയിരിക്കുകയാണ്. ഞാനൊരു മനുഷ്യനായിട്ടിരുന്നപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങള് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഞാനൊരു ദൈവമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങള് എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മാമൻ ചോദിക്കും, നിന്റെ ലക്ഷ്യം അതെന്താണ്? അതിനവൻ പറയും, യുദ്ധം തടഞ്ഞ് ഈ ലോകത്ത് മുഴുവൻ എനിക്ക് സമാധാനം കൊണ്ടുവരണം. അപ്പൊ ടെയിൽഡ് ബീസ്റ്റുകളെ അവരെ എന്തിനാ നീ വേട്ടയാടി പിടിക്കുന്നത്? അത് കേട്ട് അവൻ പറയും, എനിക്ക് ടെയിൽഡ് ബീസ്റ്റുകളെ ആവശ്യമുണ്ട്. അവറ്റകളെ എല്ലാം കളക്ട് ചെയ്ത് അവരുടെ പവർ ഉപയോഗിച്ച് ഞാൻ വലിയൊരു ഗെൻജിപ്സ് ഉണ്ടാക്കും. ആ അൾട്ടിമേറ്റ് ജിപ്സ് ഉപയോഗിച്ച് ഞാൻ ഈ ലോകം തന്നെ തകർത്ത് കളയും. അത് കേട്ട് മാമൻ വണ്ടറടിച്ച്, ഈ ലോകത്തെ നശിപ്പിച്ചിട്ടാണോ നീ യുദ്ധം നിർത്തലാക്കുന്നത്? നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അതിനവൻ പറയും, എങ്കിലും മാസ്റ്റർ തന്നെ പറ, ഒരു സെക്കൻഡ് കൊണ്ട് ഈ യുദ്ധമെല്ലാം അവസാനിപ്പിക്കാൻ എന്താ ഒരു വഴി? അതിനവൻ പറയും, ലോകത്തിന്റെ ഒരു ഭാഗത്തുള്ളവർ മരിക്കുമ്പോ ബാക്കിയുള്ള ആളുകള് അതുകൊണ്ട് ഭയക്കാൻ തുടങ്ങും. ഭയം കൊണ്ട് മാത്രമേ ഈ ഒരു യുദ്ധങ്ങള് അതെന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അക്കാസ്കി ടീം പോലും ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്. അതിന് മാസ്റ്റർ പറയും, നോ, ഇങ്ങനെ ചെയ്താലൊന്നും യുദ്ധം അത് അവസാനിക്കാൻ പോകുന്നില്ല. ഒരുപാട് നിരപരാധികള് അവർ മരിച്ചു പോവും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. അതിനവൻ പറയും, ഞാനാണ് നഗൂട്ടോ, ഈ ലോകത്തിന്റെ തന്നെ ദൈവം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. അതിന് മാമൻ പറയും, ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ഐഡിയ. അതിന് നാഗൂട്ടോയ്ക്ക് കലിപ്പ് കയറി അവൻ ഗെൻജിപ്സ് ഉപയോഗിക്കുമ്പോ ഇപ്പൊ മാമൻ പറയും, ഞാനൊരു സനിയനാണ്, നിങ്ങളുടെ മാസ്റ്റർ ആണ്, എനിക്ക് നിങ്ങളെ കഴിഞ്ഞും ഒരുപാട് പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഗെൻജിപ്സും എടുത്ത് അലറാൻ തുടങ്ങും. പക്ഷെ അല്പനേരം കഴിയുമ്പോഴേക്കും മാസ്റ്റർ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴും. വില്ലൻ അത് കണ്ട് ചിരിക്കും. അപ്പം മാമന്റെ തൊട്ടടുത്ത് ദ പവർഫുൾ ഗാമ ഗൺ തവള അത് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.